പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 4ാം സെമസ്റ്ററിലെ ദൃശ്യകലാ സാഹിത്യത്തിൻ്റെ മുൻ വർഷത്തെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്ന് അരപ്പുറത്തിൻ്റെ ചോദ്യങ്ങൾ വീണ്ടും നോക്കാം. അടുത്ത ചോദ്യം, തനത് നാടകവേദിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നാടകവേദിയുടെ സാധാരണ സങ്കല്പങ്ങളിൽ നിന്ന് വിട്ടകന്ന് ജനതയുടെ മൗലിക പ്രാഥമിക നാട്യ നൃത്ത സങ്കല്പങ്ങളെ ചൂഴ്ന്ന് പ്രാചീന വായ്ത്താരി കരുവാക്കി പഴമയിൽ വേരൂന്നി വളരുന്ന ഒരു പുതിയ നാടകവേദിയാണ് തനത് നാടകവേദി എന്ന് കാവാലം നാരായണ പണിക്കർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നാടകവേദിയുടെ സാധാരണ സങ്കല്പങ്ങളിൽ നിന്ന് വിട്ടകന്ന് ജനതയുടെ മൗലിക പ്രാഥമിക നാട്യ നൃത്ത സങ്കല്പങ്ങളെ ചൂഴ്ന്ന് പ്രാചീന വായ്ത്താരി കരുവാക്കി പഴമയിൽ വേരൂന്നി വളരുന്ന ഒരു പുതിയ നാടകവേദിയാണ് തനത് നാടകവേദി. സമ്പന്നമായ ഒരു ദൃശ്യകലാപാരമ്പര്യം മലയാളത്തിന് ഉണ്ടെങ്കിലും സ്വന്തമായ ഒരു നാടകരൂപം എന്തുകൊണ്ടില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു തനത് നാടകവേദി. 1967 സെപ്റ്റംബറിൽ ശാസ്താംകോട്ടയിൽ വെച്ച് 1ാമത്തെ നാടകവേദി നടക്കുന്ന വേളയിൽ അയ്യപ്പ പണിക്കർ, എം ഗോവിന്ദൻ, ജി ശങ്കരപ്പിള്ള, കാവാലം നാരായണ പണിക്കർ, CN ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ നാടകകൃത്തുക്കളും കവികളും വിമർശകരുമൊക്കെ ചേർന്ന് അവനവൻ്റേതായ സത്ത ഒരു മലയാള നാടകത്തിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. CN ശ്രീകണ്ഠൻ നായർ നമ്മുടെ നാടകവേദി തനതാകണമെന്ന് അഭിപ്രായപ്പെട്ടു. 2ാം നാടകക്കളരിയിൽ തനത് നാടകം എന്ന പ്രബന്ധം CM ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുകയുണ്ടായി. കലി എന്ന നാടകം 1967 അദ്ദേഹം രചിച്ചിരുന്നു. നിയതവും താളബദ്ധവും ചിട്ടപ്പെടുത്തിയ ചലനവുമാണ് രംഗപദ്ധതിയിൽ വേണ്ടതെന്നാണ് ശ്രീകണ്ഠൻ നായർ പറയുന്നത്. താളം മറ്റു ദേശങ്ങളിൽ കലകൾക്ക് അകമ്പടിയായി നിലകൊണ്ടപ്പോൾ കേരളത്തിൽ അത് പ്രത്യേക കലയായി അംഗീകരിക്കപ്പെട്ടിരുന്നു. രംഗവേദി, അവതരണം, അഭിനയം, സംഗീതം, താളം, വാദ്യോപകരണങ്ങൾ എന്നിവയിൽ തനത് നാടകവേദി വേറിട്ട് നിൽക്കുന്നു. രംഗവേദി, അവതരണം, അഭിനയം, സംഗീതം, താളം, വാദ്യോപകരണങ്ങൾ എന്നിവയിൽ തനത് നാടകവേദി മറ്റു നാടകവേദിയുമായി വേറിട്ട് നിൽക്കുന്നു. തനത് നാടകങ്ങൾ സ്ഥലകാല സംബന്ധിയായ നാടോടി നാടകങ്ങളുടെ രീതിയാണ് പിന്തുടരുന്നത്. പ്രേക്ഷകരുമായി താതാത്മ്യപ്പെട്ട് തുറസായ സ്ഥലത്താണ് ഇത് അരങ്ങേറുന്നത്. തുറസായ സ്ഥലങ്ങളിലാണ് ഇത്തരം നാടകങ്ങൾ കളിക്കുന്നത്. തനത് നാടകങ്ങൾ ശൂന്യമായ ഇടങ്ങളിൽ പ്രതീകാത്മകത ജനിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. പ്രേക്ഷകൻ്റെ ഉള്ളിലെ ഭാവനാശക്തിയെ ഉണർത്തുന്ന ആവിഷ്കാര രീതിയാണ് ഇത്തരം നാടകങ്ങൾക്കുള്ളത്. പ്രേക്ഷകൻ്റെ ഉള്ളിലെ ഭാവനാശക്തിയെ ഉണർത്തുന്ന ആവിഷ്കാര രീതിയാണ് ഇത്തരം നാടകങ്ങൾക്കുള്ളത്. അവനവൻ കടമ്പ, കലി, ഭഗവദ്ജുഗം, അഗ്നിവർണ്ണൻ്റെ കാലുകൾ, അക്ഷി, PM താജിൻ്റെ പെരുമ്പറ, കനലാട്ടം, അതുപോലെ N പ്രഭാകരൻ്റെ പുലിജന്മം എന്നിവയെല്ലാം പ്രധാനപ്പെട്ട തനത് നാടകങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. ആനിമേഷൻ എന്നാൽ എന്താണ്? ചലനങ്ങളുടെ ദ്വിമാനമോ ത്രിമാനമോ ആയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് ആനിമേഷൻ. ചലനങ്ങളുടെ ദ്വിമാനമോ ത്രിമാനമോ ആയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ആനിമേഷൻ. ചിത്രങ്ങളെ ജീവൻ ഉള്ളതാക്കി കാണിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇത് ഒരു പരമ്പരയായി കാണിക്കുമ്പോൾ അവ സ്റ്റാറ്റിക് ഇമേജുകളുടെയോ ഫ്രെയിമുകളുടെയോ ക്രമം വേഗത്തിൽ പ്രദർശിപ്പിച്ച് ചലനത്തിൻ്റെയും മാറ്റത്തിൻ്റെയും മിഥ്യാധാരണ സൃഷ്ടിക്കുന്നു. ഇത് ഒരു പരമ്പരയായി കാണിക്കുമ്പോൾ അവ സ്റ്റാറ്റിക് ഇമേജുകളുടെയോ ഫ്രെയിമുകളുടെയോ ക്രമം വേഗത്തിൽ പ്രദർശിപ്പിച്ച് ചലനത്തിൻ്റെയും മാറ്റത്തിൻ്റെയും മിഥ്യാധാരണ സൃഷ്ടിക്കുന്നു. ഓരോ ഫ്രെയിമും അതിന് മുമ്പുള്ളതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരിക്കും. പെട്ടെന്നുള്ളതും തുടർച്ചയുള്ളതുമായ കളികൾ ചലനത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്നു. സിനിമകൾ, കാർട്ടൂണുകൾ, വീഡിയോ ഗെയിമുകൾ, പരസ്യങ്ങൾ എന്നിവയിൽ കഥാപാത്രങ്ങളെയും രംഗങ്ങളെയും ജീവസുറ്റതാക്കാൻ
ആനിമേഷൻ എന്ന രീതി വിവിധ രൂപങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ട്രഡീഷണൽ ഹാൻഡ് ഡ്രോൺ ആനിമേഷൻ, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആനിമേഷൻ, സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ എന്നീ രീതികളെല്ലാം കേരളത്തിൽ ആനിമേഷൻ പ്രക്രിയ നടപ്പിലാക്കിയിട്ടുണ്ട്. ട്രഡീഷണൽ ഹാൻഡ് ഡ്രോൺ ആനിമേഷൻ, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആനിമേഷൻ, സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ ഈ രീതികളിലെല്ലാം കേരളത്തിൽ ആനിമേഷൻ പ്രക്രിയകൾ നടപ്പിലാക്കുന്നുണ്ട്. എഡിസനാണ് ആനിമേഷൻ എന്ന വിദ്യക്ക് തുടക്കമിട്ടത്. വാൾട്ട് ഡിസ്നി, വില്യം ഹന്ന, ജോസഫ് ബാർബറ തുടങ്ങിയവരും ആനിമേഷൻ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. ഒക്ടോബർ 28 അന്താരാഷ്ട്ര ആനിമേഷൻ ദിനമായി ഇൻ്റർനാഷണൽ ആനിമേറ്റഡ് ഫിലിം അസോസിയേഷൻ ആചരിക്കുന്നുണ്ട്. 2022 ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ചലച്ചിത്രത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് തിരക്കഥ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള ആദ്യ അസംസ്കൃത വസ്തുവും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമാണ് തിരക്കഥ. ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള ആദ്യ അസംസ്കൃത വസ്തുവും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമാണ് തിരക്കഥ. മലയാളത്തിൽ സ്ക്രീൻ പ്ലേ എന്നതിന് തിരക്കഥ എന്നാണ് പറയുന്നത്. ചിത്രത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളും സംഭവങ്ങളും അടങ്ങുന്ന ഒരു ചെറിയ രൂപരേഖയാണിത്. ചിത്രത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളും സംഭവങ്ങളും അടങ്ങുന്ന ഒരു ചെറിയ രൂപരേഖ. കഥയും കഥാപാത്രങ്ങളും സീക്വൻസുകളും അടങ്ങുന്ന കുറേ കൂടി വിസ്തരിച്ചുള്ള പ്രതിപാദനം ചില തിരക്കഥകൾക്കുണ്ട്. പൂർണ്ണമായ തിരക്കഥ സ്ക്രിപ്റ്റ് എന്ന പദം കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കഥയുടെ ഏത് ഘട്ടത്തെയും വിശേഷിപ്പിക്കാം. പൂർത്തിയായ തിരക്കഥയെയും സ്ക്രിപ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ഒരു രൂപരേഖ ആവശ്യമുള്ളതുപോലെ ചലച്ചിത്രത്തിനും വിശദമായ ഒരു രൂപരേഖ അഥവാ ബ്ലൂ പ്രിൻ്റ് ആവശ്യമാണ്. തിരക്കഥയ്ക്ക് ലോകവ്യാപകമായി അംഗീകരിച്ചിട്ടുള്ള ഒരു നിർവചനമാണ് The script that is used a blueprint for the production of a movie എന്നത്. The script that is used as a blueprint for the production of a movie. ഒരു കഥയെ ചിത്രങ്ങൾ കൊണ്ട് പറയുന്നതാണ് തിരക്കഥ എന്ന് പ്രശസ്ത തിരക്കഥാ സൈദ്ധാന്തികനായ സെയ്ദ് ഫീൽഡ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതര കൃതികളിൽ നിന്നും വ്യത്യസ്തമായി വസ്തുതകളെ ദൃശ്യാത്മകമായി ഒരു സിനിമയിൽ എന്ന പോലെ സൃഷ്ടിക്കുന്ന തിരക്കഥയുടെ സ്വഭാവ സവിശേഷതയിൽ നിന്നാണ് ഈ നിർവചനം വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ തിരശീലയുടെ സവിശേഷതകളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഒരു വിഷയത്തെ അല്ലെങ്കിൽ കഥയെ സവിശേഷമായ രീതിയിൽ എഴുതുന്ന സർഗാത്മകമായ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണരൂപമാണ് തിരക്കഥ എന്നത്. ഒരിക്കൽ കൂടി പറഞ്ഞാൽ, തിരശീലയുടെ സവിശേഷതകളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് തിരക്കഥ എഴുതേണ്ടത്. തിരശീലയുടെ സവിശേഷതകളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം തിരക്കഥകൾ തയ്യാറാക്കേണ്ടത്. എല്ലാ സിനിമകൾക്കും ഒരു കഥ ആവശ്യമാണ്. ആ കഥയെ സിനിമയ്ക്ക് വേണ്ടി പാകപ്പെടുത്തിയ അല്ലെങ്കിൽ മാറ്റിപ്പറയുന്ന പ്രക്രിയയാണ് തിരക്കഥ. ചലച്ചിത്ര മാധ്യമത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ടാണ് തിരക്കഥ രചിക്കുന്നത്. ചലച്ചിത്രത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് തിരക്കഥ. സംവിധായകൻ്റെ ഭാവന വികസിപ്പിക്കുവാനുള്ള രൂപരേഖയാണിത്. ലോകപ്രസിദ്ധങ്ങളായ സിനിമകളെല്ലാം മികച്ച തിരക്കഥകളെ അവലംബമാക്കി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, സീരിയലുകളുടെ ജനപ്രിയതയ്ക്ക് കാരണമെന്ത്? ടെലിവിഷനിലോ റേഡിയോയിലോ നിരവധി എപ്പിസോഡുകളായി പ്രക്ഷേപണം ചെയ്യുന്ന ഒരു കഥയാണ് സീരിയൽ എന്ന് പറയുന്നത്. ഇതിൽ സീരിയൽ നമ്പർ പോലെ തുടർച്ചയായിട്ടുള്ള ക്രമം കാണാവുന്നതാണ്. ഓരോ എപ്പിസോഡും മുൻപത്തെ കഥയുടെ തുടർച്ചയോ അതുമായി ബന്ധപ്പെട്ടതോ ആയിരിക്കും. ഓരോ എപ്പിസോഡുകളും മുൻപത്തെ കഥയുടെ തുടർച്ചയോ അതുമായി ബന്ധപ്പെട്ടതോ ആയിരിക്കും. തുടർച്ചയായ കഥ, ധാരാളം കഥാപാത്രങ്ങൾ, പല സീനുകൾ, വലിയ കഥാസന്ദർഭങ്ങൾ, എപ്പിസോഡുകളായുള്ള പ്രക്ഷേപണം എന്നിവ സീരിയലിൻ്റെ പ്രത്യേകതകളാണ്. തുടർച്ചയായ കഥ, ധാരാളം കഥാപാത്രങ്ങൾ, പല സീനുകൾ,
വലിയ കഥാസന്ദർഭങ്ങൾ, എപ്പിസോഡുകളായുള്ള പ്രക്ഷേപണം, ഇവയാണ് സീരിയലിൻ്റെ പ്രത്യേകതകൾ. സീരിയലിൻ്റെ ഓരോ എപ്പിസോഡും അതിൻ്റെ മുൻ എപ്പിസോഡിൻ്റെ തുടർച്ചയായിരിക്കും. അതുകൊണ്ടാണ് കഥ പുരോഗമിക്കുന്നത്. ധാരാളം പ്രധാന കഥാപാത്രങ്ങളും ഉപകഥാപാത്രങ്ങളും ഉള്ളതാണ് സീരിയലുകൾ. ഇവരുടെയെല്ലാം ജീവിതവും കഥകളും പരസ്പര ബന്ധിതമായിരിക്കും. ചില സീരിയലുകൾ 300-ലേറെ എപ്പിസോഡുകളിലായിട്ടായിരിക്കും ചിത്രീകരിക്കപ്പെടുന്നത്. ഒരു വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന അത്തരം സീരിയലുകളിൽ പ്രേക്ഷകനെ ആകർഷിക്കുവാനുള്ള കഥാതന്തുക്കൾ നിറഞ്ഞിരിക്കും. ഒരു ചെറിയ കഥയിൽ ഒതുക്കാൻ കഴിയുന്നതല്ല സീരിയലുകളുടെ പ്രമേയം. നിരവധി കഥാസന്ദർഭങ്ങളും ട്വിസ്റ്റുകളും സീരിയൽ പ്രമേയങ്ങളിൽ കടന്നു വരാറുണ്ട്. ഒരു സീരിയൽ പല എപ്പിസോഡുകളായിട്ടാണ് സംപ്രേഷണം ചെയ്യുന്നത്. സാധാരണയായി ആഴ്ചയിൽ 5 ദിവസം എന്ന രീതിയിലാണ് അവയുടെ പ്രക്ഷേപണം നടക്കുന്നത്. ചിലപ്പോൾ ആഴ്ചയിൽ 1 ദിവസവുമാകാം. അത്തരത്തിലുള്ളവ ആഴ്ചയിൽ 1 ദിവസത്തെ പ്രായം ചെന്നവരുടെയും വീട്ടമ്മമാരുടെയുമൊക്കെ ചങ്ങാതികളായി സീരിയലിലെ കഥാപാത്രങ്ങൾ മാറുന്നു. അവരെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളാണ് എന്ന പ്രീതിയാണ് ഉളവാക്കുന്നത്. പ്രേക്ഷകനിൽ പ്രതീക്ഷയും ഉദ്യോഗങ്ങളും നിറച്ചുകൊണ്ട് ഓരോ എപ്പിസോഡും മുന്നോട്ടു പോകുന്നു. ജനപ്രിയ വാരികകളിൽ പ്രസിദ്ധീകരിക്കുന്ന നോവൽ തുടർച്ചകളുടെ പാരമ്പര്യമാണ് ഈ സീരിയലുകൾ നിർവഹിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ചോദ്യപേപ്പറിൻ്റെ മറ്റൊരു ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമല്ലോ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.